ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താ മഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കനക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രിയും ഇന്നും പകലും പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഇന്നലെ രാത്രി മുതൽ മഴ ശക്തമായത്. കോഴിക്കോട് ജില്ലയിലെ പലയിടത്തും ഉച്ചവരെ ശക്തമായ മഴ പെയ്തു. മലപ്പുറം ജില്ലയിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. നീലഗിരിയിൽ മഴ തുടരുന്നതിനാൽ മലപ്പുറം വഴിക്കടവിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഞ്ചക്കൊല്ലി, അളയ്ക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ശക്തമായ മഴയിൽ മരക്കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഏറെ നേരം ഭാഗികമായി വാഹനഗതാഗതം തടസ്സപ്പെട്ടു. മാളയിൽ പുത്തൻചിറയിൽ ശക്തമായ മഴയിൽ വീടിന്റെ അടുക്കള വശത്തേക്ക് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തതോടെ കോട്ടയം ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളം കയറി. പുതുപ്പള്ളി, കൈതപ്പാലം ഭാഗത്ത് നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലായി 2 ക്യാമ്പുകൾ തുറന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. പുനലൂർ, മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. എറണാകുളം ജില്ലയിലെ അങ്കമാലി, കാലടി, വടക്കൻ പറവൂർ മേഖലകളിലും രാവിലെ ശക്തമായ മഴ തുടർന്നു. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രിമാരായ കെ രാജനും എം ബി രാജേഷും അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ്, തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഈ അവധി ബാധകമല്ല. സൂരജ് സജിയാണ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശ്ശൂർ മുതൽ വടക്കോട്ട്, അല്ലെങ്കിൽ എറണാകുളം മുതൽ വടക്കോട്ട് കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും റെഡ് അലേർട്ട് ഉണ്ട്. നാളത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അവധിയുടെ കാര്യത്തിലും മഴയുടെ കാര്യത്തിലും? വിജയകുമാർ, ഈ കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഉൾപ്പെടെ ബാധകമാണ് എന്നുള്ളതാണ് കളക്ടർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ്. കാസർഗോഡ് തുടങ്ങി ഇങ്ങോട്ട് എറണാകുളം വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഈ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. ഈ പലയിടങ്ങളിലും ഈ കാറ്റിലും കനത്ത മഴയിലും വലിയ നാശനഷ്ടങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നൊരു ഓട്ടോറിക്ഷ അടക്കം കുന്നംകുളത്ത് ഈ മരം മറിഞ്ഞു വീണതിനെ തുടർന്ന് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് അല്പനേരം മഴ വിട്ടുനിന്നത് ഒഴിച്ചാൽ ബാക്കി സമയം മുഴുവൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതാ ഇപ്പോൾ ഈ വൈകുന്നേരത്തിന് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വെള്ളക്കെട്ട് അടക്കമുള്ള മുൻകരുതലുകൾ, വെള്ളക്കെട്ടടക്കം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇതിന്റെ മുൻകരുതലിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഈ ജില്ലാ കലോത്സവങ്ങൾ ഉൾപ്പെടെ നാളെ നടക്കാനിരിക്കുകയാണ്. ഈ അവധി പ്രഖ്യാപിച്ചെങ്കിൽ പോലും ജില്ലാ കലോത്സവത്തിന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല. ജില്ലാ കലോത്സവം മുൻ നിശ്ചയിച്ചത് പ്രകാരം നടക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ മുൻകരുതലുകളും ഒരുക്കിയതായി ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, ഇതുവരെ തൃശ്ശൂരും കാസർഗോഡും മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു ജില്ലകളിലൊന്നും അവധി നൽകിയതായി കളക്ടർമാർ അറിയിച്ചിട്ടില്ല. ധാരാളം പ്രേക്ഷകർ ഈ അവധിയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഓർക്കണം, കാസർഗോഡ്, തൃശ്ശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ട്യൂഷൻ സെന്ററുകൾ, അതുപോലെ അംഗനവാടികൾ, ഇവയ്ക്കൊക്കെ അവധി ബാധകമാണ്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. തൃശ്ശൂർ ജില്ലാ റവന്യൂ കലോത്സവം നടക്കുകയാണ്. അതിനും അവധി ബാധകമല്ല. മറ്റു ജില്ലകളിലൊന്നും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുകൂടി അറിയിക്കുന്നു. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ഫിൻജാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 19 മരണം. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 6 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ വൈകിട്ടോടെയാണ് ഇവിടെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. തമിഴ്നാട്ടിൽ എവിടെയും കാര്യമായ മഴ മുന്നറിയിപ്പുകളില്ല. പുതുച്ചേരിയിൽ ദുരിതബാധിതർക്ക് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് റയീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റയീസ്, ഉരുൾപൊട്ടലിൽ
അപകടത്തിൽപ്പെട്ട ആളുകളുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. അതിലധികവും കുട്ടികളാണ്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത് അല്ലേ? വിജയകുമാർ, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യവും അതാണ്. കാരണം കണ്ടെത്തിയ 6 മൃതദേഹങ്ങളിൽ 5 കുട്ടികളാണ്. 5 പേരെയാണ് കിട്ടാനുണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ഇതിൽ 7 പേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി 6 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഒരാളെ കാണാനില്ല. ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മണ്ണിനടിയിലായവർ രാജ്കുമാറിൻ്റെ കുടുംബമാണ്. ആ വീട്ടിലുണ്ടായിരുന്നത് 32 വയസ്സുള്ള രാജ്കുമാർ, 26 വയസ്സുള്ള മീന, 9 വയസ്സുള്ള മകൻ ഗൗതം, 7 വയസ്സുകാരി ഇനിയ, ശേഷം ബന്ധുക്കളുടെ മക്കളായ വിനോദിനി 12 വയസ്സ്, രമ്യ 14 വയസ്സ്, മറ്റൊരു കുട്ടിയും 12 വയസ്സ്. അങ്ങനെ 7 പേരെയാണ് ഈ മണ്ണിനടിയിൽപ്പെട്ട് കാണാതായത്. അനൗദ്യോഗികമായി ഇപ്പോൾ 7 പേരുടെ മൃതദേഹം ലഭിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഏറെ സങ്കടകരമായ കാര്യമാണ്. കാരണം ഇന്നലെ ആ വീട്ടിൽ ഒരുമിച്ച് കൂടിയ 7 പേരാണ് വൈകിട്ടുണ്ടായ ആ ഒരു ദുരന്തത്തിൽ, മണ്ണിടിച്ചിലുണ്ടായി ശരിക്കും ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തിരച്ചിൽ ഊർജിതമാക്കിയിട്ട് ഏതാണ്ട് 14 മണിക്കൂർ കഴിഞ്ഞു. ശേഷം ഹിറ്റാച്ചി പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുന്നത് ഒരു 2 മണിക്കൂർ മുൻപ് മാത്രമാണ്. കാരണം ഈ പ്രദേശത്തേക്ക് ഹിറ്റാച്ചി അടക്കം കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. ആ വഴിയിൽ നിന്നൊക്കെ ആളുകൾ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത്രമാത്രം ഭയാനകരമായ ഒരു ഉരുൾപൊട്ടലായിരുന്നു, അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലായിരുന്നു. ഉരുൾപൊട്ടൽ മൂലമുണ്ടായ ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. 3 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മൃതദേഹം ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഒരു മൃതദേഹം കൂടി ലഭിച്ചു എന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരം കൂടി വരുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന 7 പേരും ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്ക് പറയേണ്ടി വരും. 6 പേർ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ, ഒരു കൂറ്റൻ പാറ ഇടിഞ്ഞു വന്ന് അതിന് ചുറ്റുമുണ്ടായിരുന്ന മണ്ണെല്ലാം ഒരു വീട്ടിലേക്ക് കൂടുകയായിരുന്നു. പ്രദേശത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെ മുഴുവൻ മണ്ണിലടിയിലാകുന്ന തരത്തിലേക്കുള്ള ഒരു അപകടമായിരുന്നു അവിടെ ഉണ്ടായത്. പക്ഷേ എടുത്തു പറയേണ്ടത്, ഒരു മുൻകരുതൽ കൃത്യമായി അവിടെയുള്ള ആളുകൾ പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഉച്ച മുതൽ തന്നെ കുറേശ്ശെ മണ്ണ് വീഴുന്നത് കണ്ട് കുറേ പേരെയൊക്കെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലോട്ടൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ കുറേ പേർ അപ്പോഴും തിരിച്ചു പോകാൻ തയ്യാറായില്ല. അങ്ങനെയുള്ളവരിൽപ്പെട്ട ഒരു കുടുംബത്തിനാണ് ഈ ദുർഗതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 7 പേരുടെ മരണവിവരമാണ് ഇപ്പോൾ വരുന്നത്. അതിൽ 6 പേരുടെ മൃതദേഹവും കണ്ടെത്തിയെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്, ഔദ്യോഗികമായി അത് അറിയിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ തിരുവണ്ണാമലയിലാണ് ഈ വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. ഇന്നലെ വൈകിട്ടോടെയാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടായത്. രാവിലെ മുതൽ മണ്ണിടിയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ കുറേ ആളുകൾ മാറാതെ അവിടെ തുടർന്ന ആളുകൾക്കു മേലാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ഈ വാർത്താ പകലിൽ വളരെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. കേരളത്തെ ഞെട്ടിച്ച കണ്ണൂർ വളപട്ടണത്തെ വൻ കവർച്ചയിൽ തൊണ്ടി മുതലുമായി അയൽവാസി പിടിയിൽ. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിൽ 20 അംഗ പോലീസ് സംഘത്തിന്റെ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതി ലിജേഷിനെ പിടികൂടിയത്. കട്ടിലിനടിയിൽ നിർമ്മിച്ച ലോക്കറിൽ അതിൽ നിന്ന് 1,21,00,000 രൂപയും 267 പവൻ സ്വർണവും പോലീസ് പിന്നീട് കണ്ടെടുത്തു. കേസന്വേഷണം തുടങ്ങി 8ാം നാൾ പ്രതി പോലീസിന്റെ വലയിൽ. വളപട്ടണം മന്നയിലെ അരി വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കവർന്ന മുഴുവൻ മോഷണ മുതലുകളുമായി പ്രതി ലിജീഷ് അറസ്റ്റിലായി. മോഷണം നടന്ന വീടും പ്രതിയുടെ വീടും തമ്മിൽ ഒരു മതിലിന്റെ അകലം മാത്രം. CCTV ദൃശ്യങ്ങളിലെ രൂപസാദൃശ്യവും ധരിച്ചിരുന്ന ടീഷർട്ടും നിർണായക സൂചനയായി. മോഷണം നടത്തി പിറ്റേന്നും പ്രതി എത്തിയതും വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും യാത്രാവിവരങ്ങൾ മനസ്സിലാക്കിയെന്ന വിലയിരുത്തലും സമീപവാസികളെയും സംശയിക്കാൻ കാരണമായി. പാപ്പിനിശ്ശേരി കീച്ചേരിയിൽ 1 വർഷം മുൻപ് നടന്ന മോഷണക്കേസിലെ വിരലടയാളവുമായി പ്രതിയുടെ വിരലടയാളം യോജിച്ചതും വഴിത്തിരിവായി. മോഷ്ടിച്ച 1,21,00,000 രൂപയും 267 പവൻ സ്വർണവുമായി പ്രതി നേരെ പോയത് സമീപത്തെ സ്വന്തം വീട്ടിലേക്ക്. വെൽഡിംഗ് തൊഴിലാളിയായ പ്രതി കിടപ്പുമുറിയിലെ സ്വന്തം കട്ടിലിന്റെ അടിയിൽ നിർമ്മിച്ച രഹസ്യറയിൽ മോഷണം മുതൽ ഒളിപ്പിച്ചു. പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതി വലയിൽ. മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു. ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി. നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട് കീച്ചേരി കേസായിട്ട്. ദിസ് പേഴ്സൺ ഇറ്റ് സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ. നമ്മുടെ പ്രസന്റ് കേസും ഇയാൾ തന്നെ ഇൻവോൾവ് ആണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി നടന്ന മോഷണം കുടുംബാംഗങ്ങൾ അറിയുന്നത് യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയ 24-ന്. അന്വേഷണത്തിലെ സുവർണ മണിക്കൂറുകൾ നഷ്ടമായിട്ടും
റെക്കോർഡ് വേഗത്തിൽ പോലീസ് പ്രതിയിലേക്ക്. തെളിവുകളോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു. തെളിയാതെ കിടന്ന കീച്ചേരിയിലെ മോഷണക്കേസിലും ദുരൂഹത മറന്നേക്കി. 24 കണ്ണൂർ. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോഴെത്തുന്നത് ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്നതാണ്. കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടില്ല. പ്രശ്നം രമ്യമായി പരിഹരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ചർച്ചകൾ നടത്തുകയാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇക്കാര്യത്തിൽ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്? കോടതി വിധി ഉണ്ടെങ്കിലും അത് സമവായത്തിലൂടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണോ സർക്കാർ വിശദീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വീകാര്യമാവില്ലല്ലോ, അല്ലേ? വിജയകുമാർ, കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഹർജി പരിഗണിക്കുമ്പോഴാണ് നിർദ്ദേശിച്ചത് ഈ 2017 വർഗീസ് കേസിലെ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ച ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി പറഞ്ഞിരുന്നു. അതിലാണ് ഇപ്പോൾ സംസ്ഥാനം സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ ബലപ്രയോഗത്തിലൂടെ പള്ളികൾ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് കൈമാറുക എന്നത് ഒരു അസാധ്യമായ കാര്യമാണ്. അത് പല പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അത് രമ്യമായി പരിഹരിച്ചുകൊണ്ട് ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഇത് കൈമാറുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. 43 പള്ളികളിൽ 30ഓളം പള്ളികൾ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. 13 പള്ളികളിൽ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിൽ 4 എറണാകുളത്താണ് എന്നതും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നത് ഈ കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാരിന് മനഃപൂർവ്വം ഒരു വീഴ്ച സർക്കാർ വരുത്തിയിട്ടില്ല. കാരണം ഇത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു. ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഒരു ഇളവ് സുപ്രീം കോടതി നൽകിയിരുന്നു. അതിലും ചില പരാമർശങ്ങൾ സത്യവാങ്മൂലത്തിലുണ്ട്. അതായത് ഈ കോടതിയലക്ഷ്യ നടപടികളിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണം എന്നൊരു ആവശ്യം കൂടി സത്യവാങ്മൂലത്തിൽ സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. കോടതി വിധി സമാധാനത്തിലൂടെ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയാണ് ലക്ഷ്യം. ചർച്ചകൾ നടത്തുകയാണ്, സമവായത്തിന്റെ വഴി തേടുകയാണ് സംസ്ഥാന സർക്കാർ. എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്? കോടതി അക്കാര്യം പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കും. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ കൂടുതൽ നടപടിയില്ല. കേസെടുക്കാനാകില്ലെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറിയത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പുറമേ കേൾക്കുമ്പോൾ വലിയ ഗൗരവമുള്ള ആരോപണമാണ്. നമ്മൾ ഇതിൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്ന ഈ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്താണ്? വിജയകുമാർ, ഒരു പ്രത്യേക മതവിഭാഗക്കാരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സംഭവമാണ് ഏറെ വിവാദമായത്. അതും ഈ സർക്കാരിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു IAS-കാരൻ ഇത്തരത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്നുള്ള ആരോപണം വന്നതാണ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാരും കണ്ടത്. അതിന് പിന്നാലെ ഇദ്ദേഹത്തെ ഒരു സർവീസ് ചട്ട ലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ കൊല്ലം DCC സെക്രട്ടറി DGPക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകുന്നത്. ഈ പരാതി അന്വേഷിക്കാൻ നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ കേസ് എടുക്കണ്ട എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കാരണം നിലവിൽ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആരും തന്നെ പരാതി നൽകിയിട്ടില്ല. പുറത്തു നിന്നുള്ള ഒരാളുടെ പരാതി സ്വീകരിച്ചാൽ ആ കേസ് നിലനിൽക്കില്ല എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. മാത്രമല്ല, ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം അതിൽ വിദ്വേഷ പരാമർശങ്ങളോ അത്തരത്തിൽ സന്ദേശങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. ഏതെങ്കിലും തരത്തിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പരാതി നൽകിയാൽ മാത്രം കേസെടുത്താൽ മതി എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് നിലവിൽ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ സസ്പെൻഷനിലൂടെ തന്നെ ഈ ഒരു നടപടി ഒതുങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹത്തിനെതിരെ കൂടുതൽ MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കേസെടുക്കേണ്ടതില്ല, തൽക്കാലം ഇത്രയും നടപടിയിൽ അത് ഒതുങ്ങും എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേരയിൽ പദ്ധതിയുടെ പുതുക്കിയ DPR സമർപ്പിക്കാൻ KRDCL-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര റെയിൽ മന്ത്രി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, കേരയിൽ പദ്ധതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ നീക്കങ്ങൾ പുതുതായി ഉണ്ട് എന്നാണോ ഈ മറുപടിയിൽ നിന്ന് നമ്മൾ കരുതേണ്ടത്?
തീർച്ചയായും വിജയകുമാർ അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ DPR പുതുക്കി സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KRDCL-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് കേന്ദ്ര റെയിൽ മന്ത്രി മറുപടിയിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സ്റ്റാൻഡേർഡ് ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കണമെന്നാണ് റെയിൽവേയുടെ നേരത്തെ തന്നെയുള്ളൊരു ആവശ്യം. ഒപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ശൃംഖലയുമായി ചേർന്ന് പോകുന്ന ലൈൻ വേണമെന്ന ആവശ്യവും റെയിൽവേ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു മാസം മുൻപാണ് കേരളവുമായി മുന്നോട്ട് പോകാൻ റെയിൽവേ മന്ത്രി സന്നദ്ധ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കേരളം പാരിസ്ഥിതികവും ഒപ്പം തന്നെ സാങ്കേതികവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് എങ്കിൽ കേരളവുമായി മുന്നോട്ട് പോകാമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ DPR പുതുക്കി സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജയ്. കേന്ദ്ര റെയിൽ മന്ത്രിയാണ് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഇക്കാര്യം അറിയിച്ചത്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീലപ്പെട്ടി വിവാദത്തിൽ CPIM വാദം പൊളിയുന്നു. ആരോപണത്തിൽ തെളിവ് കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട്. കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയാണെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് 24നോട് പറഞ്ഞു. മന്ത്രി MB രാജേഷും CPM ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പാതിരാ നാടകം 6 കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു. ഒന്ന് കത്ത് നാടകം, ഒന്ന് പാതിരാ നാടകം, 3 പെട്ടി നാടകം, പിന്നെ സ്പിരിറ്റ് നാടകം, പിന്നെ പരസ്യ നാടകം, ഇല്ലേ, പിന്നെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവാദം. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJPക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ അളിയനും നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു പെട്ടി വിവാദമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. മന്ത്രിയുടെ അളിയൻ BJPയുടെ ഉന്നതനായ നേതാവ് ഈ ഒരു 3-4-5 പേരുടെ ഒരു കൂട്ടായ്മ, അതായത് വാട്സാപ്പ് ഗ്രൂപ്പ്, ഞാൻ അങ്ങനെ പറയത്തില്ല, ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ വിരിഞ്ഞ ആശയം, ആവിഷ്കാരം, സംവിധാനം എല്ലാം കരുതുന്നു. പെട്ടിയും ചീറ്റിപ്പോയി, തെരഞ്ഞെടുപ്പ് പ്രപ്പകണ്ടയും ചീറ്റിപ്പോയെന്ന് K മുരളീധരൻ. അല്ലെങ്കിൽ അത് അന്നേ ചീറ്റിപ്പോയതല്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. അതും ചീറ്റിപ്പോയി, ഇലക്ഷനിൻ്റെ അവരുടെ എല്ലാ പ്രോപ്പഗാൻഡയും ചീറ്റിപ്പോയി. അതുകൊണ്ട് പക്ഷേ അർദ്ധരാത്രി കതക് മുട്ടിയ സംഭവത്തിൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഈ പോലീസിന്റെ റിപ്പോർട്ടിനോടുള്ള CPMന്റെ പ്രതികരണം എന്താണ്? അതാണല്ലോ വളരെ കൗതുകമുള്ളത്. വിജയകുമാർ, ഇതുവരെ CPM അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. ജില്ലാ സെക്രട്ടറി അടക്കം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹമാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയത്. എന്തായാലും ആ കേസ് ഇനിയിപ്പോൾ തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ കേസിൽ ഇനി തുടരന്വേഷണമില്ല. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് ചെലവഴിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ കള്ളപ്പണം എത്തിച്ചു എന്നുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ പരാതി, ആ പരാതി അന്വേഷിച്ച് അതിൽ പ്രാഥമികമായ ഒരു തെളിവും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആ കേസ് അവസാനിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് UDFന് ഒരു ക്ലീൻ ചീറ്റ് നൽകുന്നു. അവർ തുടക്കം മുതൽ ഉന്നയിച്ചു വരുന്ന വിഷയങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുള്ളത്. വിജയകുമാർ, നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.